നമസ്കാരം. സ്റ്റാർ വീവർ ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശനിദോഷം മാറ്റാനുള്ള പരിഹാര വിധികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് ശനിദോഷം എന്ന് പറയുന്നത്. ശനിദോഷം പലതരത്തിൽ: കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി, ജന്മശനി. ശനീശ്വരനെ കൊണ്ട് തിന്മയും നന്മയും നമുക്ക് ഉണ്ടാകും. നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് ഇവ ഉണ്ടാകുന്നത്. കർമ്മദോഷത്തിന് പരിഹാര കർമ്മം ചെയ്യുക. ശനിദോഷം അകറ്റാൻ ഒന്നാമതായി ശനിയാഴ്ച വ്രതം ആചരിക്കുക. ശനീശ്വര ക്ഷേത്ര ദർശനം നിർബന്ധം. അയ്യപ്പനെ, ധർമ്മശാസ്താവിനെ തൊഴണം. ശാസ്താക്ഷേത്രത്തിലും പോകാം, ഹനുമാൻ ക്ഷേത്രത്തിലും പോകാം. കറുത്തതോ നീല നിറമോ ഉള്ള വസ്ത്രം ധരിക്കണം. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുണ്ടെങ്കിലും ശനിയെ പ്രധാന ദേവനായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തേണ്ടത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ശനീശ്വര ക്ഷേത്രങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുവന്തൂർ ശനീശ്വര ക്ഷേത്രം. മഹാകാല ശനീശ്വരനാണ് പ്രതിഷ്ഠ. കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന സ്ഥലത്ത് നടുവിലെ മുറിയിൽ ശനീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പാലക്കാട്ടെ നൂറനാട് എന്ന സ്ഥലത്താണ് മിത്തുണ്ണിയാർ വിനായക ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ നടാൽ വിഷ്ണു ക്ഷേത്രത്തിന് സമീപം ഊർപ്പാച്ചിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ദൈവത്താർ, വേട്ടക്കൊരുമകൻ, ഭഗവതി എന്നിവയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ. ശനി നിവാരണത്തിന് ഒന്നാം സ്ഥാനത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശനി നിവാരണത്തിനുള്ള രണ്ടാമത്തെ പരിഹാര മാർഗമാണ് നീരാഞ്ജനം. മാസത്തിലെ എല്ലാ ശനിയാഴ്ചയും ആദ്യത്തെയും അവസാനത്തെയും അല്ലെങ്കിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചയാണ് നീരാഞ്ജനം കഴിപ്പിക്കേണ്ടത്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം, അതായത് എള്ളുതിരി വിളക്കിട്ട് സമർപ്പിക്കുക. ശാസ്താവിന് നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ട് അർച്ചന നടത്തിയാൽ ജീവിത ദുഃഖങ്ങൾ അകലും. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ നീരാഞ്ജനം കഴിപ്പിക്കാം. ശനിയാഴ്ച ദിവസം ഒരു നാളികേരം ഉടച്ചിട്ട് വെള്ളം കളഞ്ഞ് 2 നാളികേരം മുഴുകിലും എള്ള് തിരികെട്ടി എള്ളെണ്ണ ഒഴിച്ച് ശനിയാഴ്ചയോ പക്കപ്പിറന്നാളിൻ്റെ അന്നോ ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3 പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് വീടിൻ്റെ നല്ല ഭാഗത്ത്, അതായത് കിഴക്ക്, വടക്ക് ഏത് ദിശയാണ് അഭികാമ്യം എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ശാസ്താവിനെ ജപിക്കുക. ഇങ്ങനെയാണ് നീരാഞ്ജനം ചെയ്യേണ്ടത്. കറുത്ത എള്ള്, ഉഴുന്ന്, എണ്ണ എന്നിവ ദാനം കൊടുക്കുക. ശനിയാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിക്കുക. ഉപവസിക്കുന്ന അന്ന് ഉഴുന്ന് ഉപ്പിടാതെ വേവിച്ച് കഴിച്ചാൽ ശനിദോഷം മാറും. മൃത്യുഞ്ജയ ഹോമം, അർച്ചന എന്നിവ ശിവന് കഴിപ്പിക്കാം. അവൽ നിവേദ്യം, വടമാല, വെറ്റിലമാല എന്നിവ ഹനുമാൻ സ്വാമിക്ക് നേരുന്നതും ശനിപ്രീതിക്ക് ഉത്തമമാണ്. നീരാഞ്ജനം, എള്ള് പായസ നിവേദ്യം എന്നിവ ശാസ്താവിന് മുടങ്ങാതെ ശനിയാഴ്ചകളിൽ നൽകുക. ഹനുമാൻ സ്വാമിക്ക് വ്യാഴം, ശനി ദിവസങ്ങളിലാണ് വെറ്റിലമാല നൽകേണ്ടത്. ചില മരങ്ങൾ പവിത്രമാണ്. മറ്റ് വൃക്ഷങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ് അവ. അരയാൽ അത്തരത്തിലൊരു മരമാണ്. അരയാൽ പോസിറ്റീവ് എനർജി നൽകുന്നു. ശനിയാഴ്ച തോറും 7 തവണ അരയാൽ പ്രദക്ഷിണം ചെയ്യുക. അത് നല്ലൊരു പരിഹാരമാണ്. വഴിപാടിനേക്കാളും പ്രധാനം ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. വൃദ്ധന്മാർക്ക് ഭക്ഷണം, ചെരുപ്പ്, കുട, ഊന്നുവടി എന്നിവ ദാനമായി നൽകാം. ശനിയാഴ്ച കാക്കക്ക് പഴഞ്ചോറ് നൽകുക. അതുകൂടാതെ കുരങ്ങന്മാർക്ക് തീറ്റ കൊടുക്കുക, പോത്തിനും എരുമയ്ക്കും തീറ്റ കൊടുക്കുക എന്നിവയും പരിഹാര കർമ്മങ്ങളാണ്. ശനിക്ക് കാലില്ല, അതുകൊണ്ട് തന്നെ മുടന്തന്മാർക്ക് കഴിയാവുന്ന സഹായം ചെയ്യുക. അഗതികൾക്ക് ശനിയാഴ്ച അന്നദാനം നൽകുക. ഓം നമഃശിവായ എന്ന മന്ത്രം എല്ലാ ദിവസവും 10,008 തവണ
ജപിക്കുന്നതും നല്ലതാണ്. ശാസ്താവിന് നീലപ്പട്ട് നൽകുന്നതും അത്യുത്തമമാണ്. കറുത്ത വസ്ത്രം ധരിച്ച് ശനിയാഴ്ചകളിലാണ് നീലപ്പട്ട് സമർപ്പിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചാൽ ശനീശ്വര പ്രീതി പ്രാപ്തമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാനായി അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.